കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിള് പൊതുവെ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പൊതുവായ ഒരു ഇംപ്രഷൻ, ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി എന്നാണ്. എല്ലാ വചനങ്ങളുടെയും ഉള്ളിലൂടെ ഈ നട്ടലിൻ്റെ കൂടെ സ്പൈനൽ കോഡ് പോകുന്നത് പോലെ, ഈ സ്പൈൻ പോകുന്ന പോലെ എല്ലാ വചനങ്ങളിലും ഒരു ശക്തമായ വെളിപാടുണ്ട്. എന്താണ്? ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ജീവിതം അത്ര ലളിതമല്ല, ജീവിക്കാൻ ഇത്തിരി പാടാണ്. അതാണ്. അപ്പോൾ ജീവിക്കാൻ ഇത്തിരി പാടാണെന്നുള്ളത് ബൈബിള് പറയാതെ പല വചനങ്ങളിലൂടെയും പറയുന്നുണ്ട്. ഗലാത്യ 6-ാം അധ്യായം 5-ാം വാക്യം, എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. അതാണ് പ്രശ്നം. ഓരോരുത്തരും സ്വന്തം ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ, കാലത്തിനൊപ്പം വളരണമെങ്കിൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും. അത് ബൈബിളിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. കൊച്ചും കുഞ്ഞും വലുതും ആരായാലും ജീവിതം അതിൻ്റെതായിട്ടുള്ള ഭാരമുണ്ട്. അത് സത്യസന്ധമായി അതിനെ സമീപിക്കണം. ആ ഭാരം വഹിച്ചേ മതിയാവും. ഈ ഒരു ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഈ കോൺസെപ്റ്റ് നമുക്ക് അനുഭവത്തിൽ നിന്നറിയാം, അല്ലേ? ഇപ്പോൾ ഓരോരുത്തരും ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് നോക്കിയാൽ ഈ ഭാരം വഹിച്ചു തന്നെയാണ് എത്തിയത്. ഭാരം വഹിച്ചു തന്നെ എത്തിയത്. ഈശോയുടെ വചനങ്ങളിൽ നിഴലായിട്ട് ഇത് കിടക്കുന്നുണ്ട്. ഈശോയുടെ വചനങ്ങളിൽ ജീവിതം ഭാരപ്പെട്ടതാണ് എന്നുള്ള സൂചന ഈശോയുടെ വചനങ്ങളിലുണ്ട്. അപ്പോൾ ഈശോയും ഈ വചനത്തെ ജീവിതം നിസ്സാരമല്ല, അത് ഭാരപ്പെട്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഈശോയുടെ വെളിപാടുകളും പോണത്. പ്രത്യേകിച്ച് മത്തായി 11:28 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ഭാരം ഞാൻ മൊത്തം ഇങ്ങോട്ട് ഏറ്റെടുത്തേക്കാവെന്ന് പറയണില്ല. ജസ്റ്റ് എന്താ പറയണത്? ഐ വിൽ കൺസോൾ യു. ഞാൻ നിന്നെ. അപ്പോൾ ആശ്വാസം മാത്രമാണ് കിട്ടണത്. ഭാരം അപ്പോഴും നമ്മൾ ആര് വഹിക്കണം? ഇത് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഈ ലൈഫ് ഉയർത്തുന്ന ഒരു ചാലഞ്ചുണ്ട്, ജീവിതം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ്? ഭാരത്തെ. അതാണ് ബൈബിൾ പറയണത്, അവനവൻ്റെ ഭാരങ്ങൾ നിങ്ങൾ വഹിച്ചേ മതിയാവൂ. പിന്നെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കാൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. ചില ഭാരങ്ങൾ നമുക്ക് ദൈവത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത ഭാരങ്ങളാണ്. ഭാരത്തിൽ ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്നതുകൊണ്ട്. പറ്റാത്ത ഭാരങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അത് ഇടയ്ക്കിട്ടച്ച് കളയാൻ പറയുന്നില്ല. പറ്റാത്ത ഭാരങ്ങൾ ഉണ്ടാകും. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പറ്റാത്ത ഭാരം, നിങ്ങളുടെ വരുമാനം ഒരാളുടെ വരുമാനമേ ഉള്ളൂ, 4 പേർക്ക് ചിലവുണ്ട്, അതിൽ അപ്പനും അമ്മയും മരുന്നാണ്, അവർ കിടപ്പാണ്. അപ്പോൾ ഭാരം ഒക്കണില്ലല്ല, ടാലി ആകണില്ല. പറ്റാത്ത ഭാരമുണ്ട്. ഈ പറ്റാത്ത ഭാരം എന്താ ചെയ്യേണ്ടതെന്നും ബൈബിൾ പറയുന്നുണ്ട്. ഈ താങ്ങാൻ പറ്റാത്ത ഭാരമാണ് നമ്മൾ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത്.
അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ പോണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിൽ നമുക്ക് താങ്ങാവുന്ന ഭാരങ്ങളാണ് മെറിറ്റിൽ വരണത്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി, എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് നമുക്ക് താങ്ങാവുന്ന ഭാരമുണ്ട്. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് താങ്ങാവുന്ന ഭാരത്തെ അല്ല, താങ്ങാൻ പറ്റാത്ത ഭാരമാണ്. സങ്കീർത്തനം 37:5 നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ സങ്കീർത്തനത്തിന് ഇങ്ങനെ ഒരു ഇടക്കാലം കൊണ്ട് എനിക്ക് എത്രയോ വർഷമെടുത്താണ് വെളിപാട് ദൈവം നൽകുന്നത്. അതിൽ ജീവിതത്തിന് താക്കോലായിരിക്കുന്ന ഒരു വചനമാണ്. എന്താണ്? അതുപോലും നോക്കിയിട്ട് കിട്ടണില്ല, അത് എവിടെയോ ഒളിച്ചിരിക്കണം ആ വചനം. എന്താ പറയണത്? ഒന്നിനു വായിച്ച് സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അപ്പൊ നമുക്ക് താങ്ങാനാവാത്ത ഭാരമായ ജീവിതം ആരെ ഏൽപ്പിക്കാനുള്ളതാണ്? കർത്താവിനെ ഏൽപ്പിക്കാനുള്ളതാണ്. ഇങ്ങനെ കർത്താവിനെ ഏൽപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും ഏറ്റിരിക്കുന്നുവെന്ന് കർത്താവ് ഇങ്ങോട്ട് പറയുന്ന നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഭവം ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യാം, ഒരു അക്നോളജ്മെൻറ്റ് അത് കൈപ്പറ്റിയതായിട്ട് രസീത് കിട്ടത്തില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം കൈപ്പറ്റി രസീത് കിട്ടുമെന്നുള്ളതാണ്. അത് രേഖയാണല്ലോ, അത് കോടതിയിലും കാണിക്കാം. കൈപ്പറ്റി രസീത് കിട്ടണമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പല ആൾക്കാരും കൈപ്പറ്റി രസീത് കൊടുക്കത്തില്ല. സാധനം കൈപ്പറ്റിയതായിട്ട് ഏക്കണ്ടേ, ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ കൈപ്പറ്റി രസീത് കിട്ടണ ഒരു മാർഗം എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താണ്? അത് വാഗ്ദാനങ്ങളിലുള്ളതാണ്. വാഗ്ദാനം ദൈവം ഒരു 0 ലെവലിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരണത് വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ നമ്മൾ 0 ആയിരിക്കാം, പക്ഷെ നമ്മളതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതിന് ഈ 0 ലെവലിൽ നിന്ന് ഒരു മനുഷ്യനെ അടിക്കടി ദൈവം ഉയർത്തണത്. ഇപ്പം മാനവും പോയി, കാശും പോയി, ജീവിതവും ഇല്ല, പെരുവഴിയിലായി, നാട്ടുകാർക്കും വേണ്ട, വഴിയരികിലായി കിടക്കുന്ന ഒരു ജീവിതം. അതിനിങ്ങനെ ചുമ്മാ ഒരു ആശംസ കൊണ്ട് പൊക്കിയെടുക്കണ കാണാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എസെക്കിയേൽ 16:6 ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വചനമാണിത്. ഇത് ഈ വചനം എങ്ങാനും നമ്മുടെ മനസ്സിലെ മാംസമായ ജീവിതം ഇങ്ങനെ 16 ചിറകിൽ പറക്കണ കാണാം. ചുമ്മാ ഒരു ആശംസ കൊണ്ടാണ് ഒരാളെ പൊക്കിയെടുക്കണത്. എന്താണ്? ഒരു കുഞ്ഞ്, അത് അപ്പനും ഇല്ല അമ്മയും ഇല്ല, പ്രസവിച്ചിട്ട് വഴി ഉപേക്ഷിച്ച പോലെ ഇങ്ങനെ ചോരയെ കിടന്ന് പെരളുകയാണ്. എന്നിട്ട് പറയും, നിന്നെ ഉപ്പ് പുരട്ടിയില്ല. യഹൂദന്മാർ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചെയ്യണ ഉപ്പ് പുരട്ടുവേ, പൊക്കിക്കൂടി മുറിച്ച് കളഞ്ഞിട്ട് ഉപ്പ് പുരട്ടും. അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണത്. ഒരു കൊച്ചിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ്. യഹൂദന്മാരൊരു കുഞ്ഞ് ജനിച്ച ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പൊക്കിൾക്കൊടി മുറിച്ച് കളഞ്ഞിട്ട് ഉപ്പ് പൊത്തി വെക്കും. അതാണ് അത് ആദ്യം ചെയ്യണത്. അതുപോലും കിട്ടാത്തൊരു കുഞ്ഞിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയണത്. ഇസ്രായേലിനെ കുറിച്ചാണ് പറയണമെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. ആ ഭാഗം ഒന്ന് വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ. എസെക്കിയേൽ 16:4 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 16:4 നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. ഒന്ന് ചിന്തിച്ചേ, പൊക്കിൽ കൊടി മുറിക്കാൻ പോലും ആളില്ലാത്തൊരു ജീവിതം. ബൈസ്റ്റാൻഡർ ഇല്ല, നേഴ്സില്ല. പണ്ടത്തെ രീതിയാണെങ്കിൽ ഹോം നേഴ്സ്, ഇന്നത്തെ അതുപോലെ തന്നെ പണ്ട് വയറ്റാട്ടി എന്നും പറഞ്ഞൊരു സംഭവമില്ലേ, അവരാണല്ലോ ഇത് പ്രസവം എടുത്തുകൊണ്ടിരുന്ന നാട്ടിലൊക്കെ. അങ്ങനെ പോലും ഒരാളെ നിർത്താൻ കാശില്ല, ആളില്ല, നിർത്താൻ ആളില്ല. എന്തൊരവസ്ഥയാണ് ജീവിതത്തിന്. അതിൻ്റെ ഏറ്റവും മോശം കണ്ടീഷനിൽ ബൈബിൾ ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണ്?
എന്താ പറയണത്? നീ ജനിച്ച കാലത്ത് പറഞ്ഞേ, നീ ജനിച്ച ദിവസം ആ നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. അമ്മ മാതാവ് ഉണ്ണീശോനെ പിള്ളക്കച്ച കൊണ്ട് പൊതിയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും പിള്ളക്കൊച്ച കൊണ്ട് പൊതിയണതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന്. അല്ല, ആർക്ക് മുമ്പ് എന്ത് ചെയ്യണം? പൊക്കിക്കൊടി മുറിക്കണം. അമ്മ തന്നെ മുറിച്ചിട്ടുള്ള, വേറെ ആരും മുറിക്കാനാ? അവിടെ പച്ചപ്പാതിലേക്ക് പ്രസവിച്ചാൽ ആരും മുറിക്കാനാ? ഇത് അമ്മയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായിട്ട് ഇങ്ങനെ തലമുറകളും ജന്മാന്തങ്ങളും പ്രഭതുക്ക് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ ഇട്ട് ഉരുട്ടി ജീവിപ്പിച്ച് അവരുടെ ജീവിതമുണ്ട്. അവർക്ക് പൊക്കിൾപ്പുഴ മുറിക്കുക, ഉപ്പ് പെരട്ടുക. അതും അന്യനാട്ടിൽ, സ്വന്തം നാട്ടിൽ പ്രസവിക്കണമെങ്കിൽ നാട്ടുകാരും അയൽവാസികളും ഓടി വരും. ഇതിപ്പോൾ അവരെ പ്രസവിക്കണതിന് മണിക്കൂറുകൾക്കുള്ളിൽ അവിടുന്ന് പൊക്കിയെടുത്തിട്ട് പോണ കാണാം. അപരിചിതമായ സ്ഥലത്ത് കൊണ്ട് ഇടുകയും. അപ്പോൾ ദൈവം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു സാഹചര്യം അവന് ഒരു സിറ്റുവേഷൻസ് വന്നാൽ അവൻ സ്വന്തം നിലയ്ക്ക് ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് അതിനെ അഭിമുഖീകരിക്കണം. അത് കർത്താവിൻ്റെ ഒരു മനസ്സിലിരിപ്പാണ്. അതാണ് പറഞ്ഞത്, പൊക്കിൽ കൂടി മുറിച്ചില്ല, ഉപ്പ് പെരട്ടിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേലിനെ കുറിച്ചാണ് പറയണത്. ഇസ്രായേലിൻ്റെ ഈ ലോകത്തിൻ്റെ വെറുപ്പ് ഇപ്പം തുടങ്ങിയതല്ല. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ദൈവം ഈ രാജ്യത്തെ ജനിപ്പിക്കുമ്പോൾ, ഈ വംശത്തെ ജനിപ്പിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ളവർ ഇവരെ വെറുത്തിരുന്നു. പിന്നെ ബൈബിളെന്ന് പറയണത് ഈ വെറുക്കപ്പെട്ട ജനവുമായിട്ട് ദൈവത്തിൻ്റെ യാത്രയാണ്. അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, അവർക്ക് വേണ്ടി അവരെ നിലനിർത്തും. ഇത് ഒരു വ്യക്തിയുടെ ആത്മീയ യാത്രയ്ക്ക് സമാന്തരമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ദാസിയുടെ തൃക്കൺ പാത്ത് ഉന്നത ദാസനെ പാടുക സ്വരത്തിലെ. ദാസിയുടെ തൃക്കൺ പാത്ത് ഉന്നത ദാസനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക നിർദ്ധാരണ പ്രാർത്ഥനയാണ് മക്കളെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. അച്ഛൻ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇടിമുഴക്കം പോലെ സ്തുതിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടുവേദനയുള്ളവർ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ഹൃദയത്തിൻ്റെ വാൽവിന് ബ്ലോക്കുള്ളവർ, സിസ്റ്റുള്ളവർ, ശരീരത്തിൽ മുഴയുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരകരോഗങ്ങൾ ദൈവിക ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. സുഖപ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ
സമയം സുഖമായി എൻ്റെ ഉള്ളം ഒരികിൽ സമയം സുഖമായി എൻ്റെ ഉള്ളം. സമാപന ആശീർവാദം മുട്ടേ നിൽക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ഷാരോണിൽ വിരിയും റോജാപ്പൂവേ